പാകിസ്ഥാൻ്റെ തലസ്ഥാനമായി ഇസ്ലാമാബാദിലെ തെരുവിൽ പണ്ട് നിരൂദയുടെ കവിതയിൽ പറയുന്ന പോലെ തെരുവുകൾ നിറയെ ചോരയാണ്. വരൂ ഈ തെരുവുകളിലെ ചോര കാണുമെന്നാണ് നിരൂദ പറഞ്ഞത്. ഇപ്പോൾ ഇസ്ലാമാബാദിൽ പട്ടാളം ഇറങ്ങി പ്രക്ഷോഭകാരികളെ കണ്ടാൽ വെടിവെക്കാൻ പറഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ സമരം എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിലാണ്. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ വിട്ടയക്കണം. സമരം നയിക്കുന്നത് ബുഷ്ര ബീബി, ഇമ്രാൻഖാൻ്റെ ഭാര്യ. അവർ പറയുന്നു അദ്ദേഹം പുറത്തു വരുന്നത് വരെ നമ്മൾ ഇവിടം തലസ്ഥാനത്തൊന്നും പോവില്ല, ഇവിടെ തന്നെ തുടരും. ഇന്ന് ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ബുഷ്ര ബീബിയുടെ വീഡിയോ കണ്ടിരുന്നു. അവസാന നിമിഷം വരെ പൊരുതണം. പാകിസ്ഥാൻ്റെ നിലനിൽപ്പിനും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സമരമാണിത്. അതിനുവേണ്ടി എല്ലാവരും പണ്ട് ചലോ ദില്ലി എന്നൊക്കെ പറഞ്ഞ പോലെ ചലോ ഇസ്ലാമാബാദ് എന്നുള്ള സമരവുമായി ബുഷ്ര ബീബി സമരം നയിക്കുകയാണ് ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി. പാകിസ്ഥാനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? എന്താ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇമ്രാൻഖാൻ മോർ ദാൻ 1 ഇയർ പ്രിസൺ ജയിലിലാണ്. അപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിച്ചെടുക്കാനായിട്ടുള്ളൊരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഇവർ. അതേസമയം പാകിസ്ഥാനിൽ ഇപ്പോൾ അവർക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ബെലാറൂസ് പ്രസിഡൻ്റായ അലക്സാണ്ടർ ലുക്കാഷെങ്കോ അദ്ദേഹത്തെയൊക്കെ സ്വീകരിച്ച് ആനയിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പെട്ടെന്ന് ബുഷ്ര ബീബി, ഇമ്രാൻഖാൻ്റെ ഭാര്യ, അവർ അനുയായികളോട് പറഞ്ഞ ഇപ്പോൾ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ദിസ് ഈസ് ദി ലാസ്റ്റ് ചാൻസ് ടു സേവ് ഡെമോക്രസി. അതുകൊണ്ട് എല്ലാവരും കൂടി പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യുക, ഇസ്ലാമാബാദിലേക്ക് പോവുക. അവർ പറഞ്ഞു ഈ ഇസ്ലാമാബാദിലേക്ക് വരണം, എല്ലാവരും ഇവിടെ തന്നെ തുടരണം. ഇവിടെ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം പോകുന്നത് വനിതയായ ഞാനായിരിക്കും. അപ്പൊ ആണുങ്ങളെ പെണ്ണായ ഞാനോ ഭയക്കുന്നില്ല. എന്താ ഉണ്ണിയാർച്ച പറഞ്ഞില്ലേ, ആണായ നിങ്ങൾക്ക് പേടിയോ എന്ന് ചോദിച്ച പോലെ ഞാനായിരിക്കും ഇവിടെ നിന്ന് പോകുന്ന അവസാനത്തെ വനിത. അതെ. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് ഈ കണ്ടെയ്നർ ഷിപ്പിൻ്റെ അത് ഒരെണ്ണത്തിൻ്റെ മുകളിൽ പിന്നെ അങ്ങനെ പലത് അട്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതൊക്കെ വലിച്ചു മാറ്റിപ്പോയി. പല കോൺവോയ്സ് പോയി. ചില കോൺവോയ്സിലൊക്കെ 34,000 പീപ്പിളൊക്കെ ഉള്ള വരെ, ഏറ്റവും വലുതിൽ 34,000 പീപ്പിൾ ആൾക്കാരുണ്ടായിരുന്നു ഒരു കോൺവോയിൽ. അങ്ങനെ എല്ലാവരും കൂടി പോയി. അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞായിരുന്നു, നമ്മൾ ഇവിടെ നിന്നും പോകണമെങ്കിൽ ഇമ്രാൻഖാനെ കൊണ്ടേ പോവുള്ളൂ. പാർലമെൻറ്റ് വളയുക, എന്നിട്ട് ഇമ്രാൻഖാനെ പുറത്ത് വിടുന്ന സാഹചര്യം ഉണ്ടായാലേ നമ്മൾ ഈ സ്ഥലം വിട്ടു പോവുള്ളൂ. പിന്നെ ഈ ഇമ്രാൻഖാനെ കൂടാതെ ഇവിടെ നിന്ന് ആരെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ പോകുന്ന ലാസ്റ്റ് പേഴ്സൺ ആയിരിക്കും ഞാൻ. പിന്നെ വേറൊരു കാര്യം, ഒരു ചോയ്സ് വെച്ചായിരുന്നു, ഒന്നല്ലെങ്കിൽ ഇമ്രാൻഖാനെ വിടുക, അല്ലെങ്കിൽ നമ്മുടെ ഈ പോളിസിയിലോ പ്ലാനിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ഇമ്രാൻഖാൻ തന്നെ പറയുക, അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് പോകില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ചെന്നു ഈ ജനം എല്ലാം തടിച്ചു കൂടിക്കഴിഞ്ഞപ്പോൾ കുറേ സമയത്ത് കാര്യമായിട്ടുള്ള പോലീസ് ആക്ഷനോ മിലിറ്ററി ആക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നന്നായിട്ട് രാത്രിയായി, ഇരുട്ടായി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനി ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തു. അവർ അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് കട്ട് ചെയ്തു. ആകെ ഇരുട്ടായി, ബഹളമായി. അപ്പം മോർ ട്രൂപ്സ് വരാൻ തുടങ്ങി, പട്ടാളക്കാർ. ആ പട്ടാളക്കാർ അവിടെ ഈ ടിയർ ഗ്യാസ് കണക്കില്ലാതെ അങ്ങോട്ട് പ്രയോഗിക്കാൻ തുടങ്ങി. ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, ജനം മോബാണ്. അവർ ഓടി രക്ഷപ്പെടാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോഴേക്കും അവിടെ ചില ചർച്ചകൾ നടത്തിയിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്നാമത്തെ നമ്മുടെ സ്റ്റേറ്റ് ഒരു ഗസ്റ്റ് ഉണ്ട്, 200 മീറ്റേഴ്സ് അകലെയുണ്ട് ഈ പറയുന്ന അലക്സാണ്ടർ ലുക്കാഷെങ്കോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ മോശം സാഹചര്യമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് വേറെ കുറച്ചുകൂടി അകലെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മീറ്റിംഗ് മാറ്റാമെന്ന് പറഞ്ഞു. ആ മീറ്റിംഗ് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ പാർട്ടിയുടെ പേര് PTI, പാകിസ്ഥാനി തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി. അവരുടെ നേതാക്കന്മാർക്ക് ചിലർക്ക് അതൊരു ന്യായമായ ആവശ്യമായിട്ട് തോന്നി. പക്ഷേ ബുഷ്ര ബീബി സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ജാഥയായിട്ട് മുന്നോട്ട് പോകാം, അപ്പം ഞങ്ങൾ മുന്നിൽ നിന്നോളാം, ഷെല്ലോ അല്ലെങ്കിൽ ഫയറിങ്ങോ ബുള്ളറ്റോ എന്തു വന്നാലും ഞങ്ങൾ സ്വീകരിച്ചോളാം, പക്ഷെ ഞങ്ങൾ ഈ പോകുന്ന കൂട്ടത്തിൽ പിന്നിലായിട്ട് ബുഷ്ര ബീബിയും കൂടി നിന്നോന്ന് പറഞ്ഞു. പക്ഷേ ബുഷ്ര ബീബി വരാൻ തയ്യാറായിരുന്നില്ല. പുള്ളിക്കാരത്തി കാറിൽ നിന്ന് ഇറങ്ങില്ല. ഇവരൊക്കെ കൂടി പോക്കോ, പക്ഷേ കക്ഷി അവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ള കണ്ടീഷൻ വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു റിഫ്റ്റ് വന്നു, ഇവർ തമ്മിൽ ഒരു ഇടച്ചിൽ വന്നു. ബുഷ്ര ബീബി പറയുന്നത് പുള്ളിക്കാരത്തി കാറിലായിരിക്കുള്ളൂ, മറ്റവർ പറയുന്നു പക്ഷേ ഞങ്ങൾ പോകാം, പക്ഷെ പിന്നിൽ നിന്നാൽ മതി, കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ല.
അതിൻ്റെ ഇടയ്ക്ക് ഈ ലീഡേഴ്സിനോട് ഒരു ഓഫർ വെച്ചു, വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾ നടത്തിക്കോ, ഇതുപോലെ തന്നെ ഇതേ ജാഥ നടത്തിക്കോ, ഇതേ സമ്മേളനം നടത്തിക്കോ, പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊരു സ്റ്റേറ്റ് ഗസ്റ്റുള്ള സമയത്ത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലൊരു റിഫ്റ്റ് വന്നു. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബുഷ്ര ബീബി എന്താണ് ഖൈബർ പഷ്തൂൺഖ്വ അവിടുത്തെ CM അലി അമീൻ ഇവരുടെ കൂടെ ഈ പാർട്ടിയിലായിരുന്നു, PTIക്കാരനാണ്. അപ്പോൾ അവിടേക്ക് പോയി. ഇപ്പോൾ തൽക്കാലം ബുഷ്ര ബീബി അവിടെയാണ്, ഏത് ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ മുഖ്യമന്ത്രി അവരുടെ പാർട്ടിക്കാരനാണ് അലി അമീൻ. അതെ. അപ്പോൾ ഏകദേശം 1000 പേരെ പോലീസ് അല്ലെങ്കിൽ പട്ടാളം അവരുടെ ആഭ്യന്തരമന്ത്രി മോഷിൻ നഖ്വി പറഞ്ഞു, അതായത് ഒരു ചർച്ചയില്ല, ഡി ചൗക്കിൽ നിന്ന് അവിടെയൊക്കെ ഞങ്ങൾ നീക്കി കഴിഞ്ഞു, അതൊക്കെ ക്ലീൻ ചെയ്തു. ഡി ചൗക്കിലാണ് ഇവർ കൂടിയത്. അപ്പോൾ അവിടെ ആരുമില്ല, അവിടെ പട്ടാളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പക്ഷേ തലേ രാത്രിയായി കഴിഞ്ഞപ്പോൾ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. എല്ലാവരെയും മാറ്റി, എല്ലാവരെയും ഓടിച്ചു. പിന്നെ ഇമ്രാൻഖാൻ അവിടെ ജയിലിൽ തന്നെയാണ്. ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം പാകിസ്ഥാൻ കുറേ കാലമായി പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി അതിൻ്റെ ഒരു മാക്സിമം സെനിത്തിലെത്തി നിൽക്കുകയാണ്, പരകോടിയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം കൂടെ കണക്കാക്കിയിട്ടായിരിക്കണം ബുഷ്ര ബീബി ഈ സമരം നയിക്കുന്നത്. ഒരുപക്ഷെ ഇമ്രാൻഖാൻ ജയിൽ മോചിതനാവുന്നില്ലെങ്കിൽ PTI എന്ന് പറഞ്ഞ ഈ പാർട്ടിയുടെ പുതിയ ഒരു നേതാവിൻ്റെ ഉദയം കൂടിയാണ്. എല്ലായിടത്തും അങ്ങനെയാണല്ലോ, ഭർത്താവ് ഇല്ലെങ്കിൽ ഭാര്യ നയിക്കും. പിന്നെ ഇവരിങ്ങനെ അങ്ങ് ഇടിച്ചു കയറി റോഡുകളൊക്കെ കാണാൻ പറ്റാത്ത രീതിയിൽ ജനം നിറഞ്ഞ്, അതാണല്ലോ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയോടും ചെയ്തത്. എല്ലാവരും കൂടി അങ്ങ് ഇടിച്ചു കയറി. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആള് അധികാരത്തിൽ നിന്നും പുറത്തായി, അവർ പറയുന്നിടത്ത് കാര്യങ്ങളിൽ നിന്നും. അപ്പോൾ അതേപോലെ ഇവരെല്ലാവരും കൂടി ഇടിച്ചു കയറി അവിടുത്തെ ഭരണ സംവിധാനം കംപ്ലീറ്റ് താറുമാറാക്കുക, എന്നിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരിക, ഒരുപക്ഷെ ബുഷ്ര ബീബി അടുത്ത നേതാവാകുക. ഇങ്ങനെയൊക്കെ പല പ്ലാനുകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ സ്ട്രാറ്റജി ആകെ തെറ്റിച്ചു കളഞ്ഞു. ഇലക്ട്രിസിറ്റി കളയലും, എന്നിട്ട് ഇരുട്ടത്തിട്ട് ഷെല്ല്, മാത്രമല്ല ഇവർക്ക് ഈ ബംഗ്ലാദേശിൽ നടന്ന പോലെ ഇവർക്കൊരു വയലന്റ് സമരം ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശിൽ നടന്നത് ഈ പറഞ്ഞ ഹൂളിഗൻസ് എന്ന് പറയുന്ന ഗുണ്ടകൾ എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള ക്രിമിനൽസ് എല്ലായിടത്തേക്കും വരച്ച് കയറി കണ്ണി കണ്ടവരെ കൊല്ലുക, കൊള്ളയടിക്കുക, ഇതൊക്കെയാണ് ചെയ്തത്. അങ്ങനെ ഒരു സമരം അല്ല, അങ്ങനത്തെ സമരമല്ല, ഒരു ജനകീയ പ്രക്ഷോഭം. അതുകൊണ്ടാണ് സർക്കാരും, നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും പാകിസ്ഥാൻ സർക്കാരും ഒരു ഉദാരമായ നിലപാട്. കാരണം ഒരു വിദേശ രാജ്യ തലവനോട് ഒരു 200 മീറ്റർ അപ്പുറത്തുള്ളപ്പോൾ നിങ്ങൾ അവിടെ വേണ്ട, വേറെ എവിടെയെങ്കിലും ഇതേ സമരം തുടരൂ എന്ന് പറയുന്നതിനകത്ത് ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട്, കുറച്ചുണ്ട്. പിന്നെ ഇമ്രാൻഖാൻ എന്തായാലും കുറേ ഫോളോയിങ് ഉള്ള ഒരാളാണ്. അതെ. അപ്പോൾ ഏതായാലും പാകിസ്ഥാനിൽ വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധി കൂടെ ഇപ്പോൾ ഈ പഷ്തൂൺ മേഖലകളിൽ ഗോത്ര ഷിയ സുന്നി കലാപങ്ങൾ നടക്കുന്നു. ആദ്യത്തെ ദിവസം 37 പേര്, പിന്നെ 57 പേര് കൊല്ലപ്പെട്ടു. അവിടെ വലിയ കലാപം. പാകിസ്ഥാനിലെ ഒരു 6 ജില്ലകൾ പൂർണ്ണമായും ഈ പറഞ്ഞ കലാപകാരികളുടെ കയ്യിലാണെന്നുള്ള വാർത്ത വരുന്നു. അപ്പോൾ ഇത് ആകെ പിന്നെ ബലൂജ് മേഖലയിലെ സംഘർഷം. അങ്ങനെ പാകിസ്ഥാൻ പല ഭാഗത്തായി ഇങ്ങനെ വൂണ്ടഡായിട്ട് ബ്ലീഡ് ചെയ്യുന്ന, രക്തമൊഴുകുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറുകയാണ്. പിന്നെ സാമ്പത്തികമായി തകർന്നു. എല്ലായിടത്തും പിച്ചച്ചട്ടിയായിട്ട് നടന്നിട്ട് ആരും പൈസ കൊടുക്കുന്നില്ല. കാരണം റീപേയിങ് കപ്പാസിറ്റി, തിരിച്ചടയ്ക്കാനുള്ള ശേഷിയില്ലല്ലോ. അതിനിടയ്ക്ക് ആകെ തുടരുന്നൊരു കാര്യം, ഈ ഭീകരവാദികളെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയക്കുക എന്നുള്ള ശ്രമം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ പാകിസ്ഥാനിലൊരു ഭരണമാറ്റമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. ഇപ്പോൾ ഇവരല്ല, ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ കെയർ ഓഫിലൊന്നും സംഭവിക്കുന്നതാണല്ലോ. അങ്ങനെയൊക്കെ പിടിച്ച് ജയിലിലിട്ട്, അത് തന്നെയല്ല ഈ ആർമിയുടെ സപ്പോർട്ട് അങ്ങേർക്കില്ല. ആർമിയുടെ പിന്തുണ ഷഹബാസ് ഷെറീഫിനുണ്ട്. അതുകൊണ്ട് ഇമ്രാൻഖാൻ അതില്ലാൻ തന്നെ. ഇമ്രാൻഖാൻ ഒരു ശത്രുവായിട്ടാണ്. അതാണ്. അതുകൊണ്ട് ഇമ്രാൻഖാൻ്റെ ജയിൽ മോചനം എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ അവസാന ഘട്ടം ഇന്ത്യയെ കുറെ പുകഴ്ത്തുകയും ഇന്ത്യയോട് ചെയ്തത് തെറ്റായി പോയെന്ന് പറയുകയും ഇന്ത്യ മാതൃകയാണെന്നും ഇന്ത്യ കണ്ടുപിടിക്കണമെന്നും എന്നൊക്കെ കുറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇറക്കുകയും ചെയ്തു. അത് അവിടുത്തെ ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നതല്ല. പക്ഷേ നേരത്തെയൊക്കെ ഇമ്രാൻഖാൻ എക്സ്ട്രീമിസ്റ്റ് ലൈനൊക്കെയാണ് അമേരിക്കയൊക്കെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതെ. പക്ഷെ ഇപ്പോൾ മാറിയ സാഹചര്യത്തിലായിരിക്കണം ഇന്ത്യയോടൊക്കെ ഇങ്ങനത്തെ സമീപനം സ്വീകരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജയിലിൽ നിന്ന് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇന്ത്യയെ അനുകൂലിക്കുക എന്നുള്ള ഒറ്റ കാരണം മതി പാകിസ്ഥാൻ ആർമിക്ക് ദേഷ്യം ഉണ്ടാവാൻ.
പാകിസ്ഥാനിൽ പിന്നെ ആർമിയുടെ സപ്പോർട്ട് ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എത്ര നേതാവായി. അല്ല, ഈ സമീപകാലത്ത് അവർ സുപ്രീം കോടതിയുടെ അധികാരങ്ങളൊക്കെ മിനിമൈസ് ചെയ്തു. സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത തരത്തിലേക്ക് വ്യവസ്ഥകളൊക്കെ മാറ്റി. അല്ല, സുപ്രീം കോടതിയും ഒരു ലിമിറ്റിനകത്ത് നിന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാള വിപ്ലവം നടത്തണമല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനി പാർലമെൻറ്റിൻ്റെ അടുത്ത് മിലിറ്ററിയുടെ യൂണിറ്റ് ഉണ്ട്, അവിടെ നിന്ന് ഒരു ടാങ്ക് കൊണ്ടുവന്ന് പാർലമെൻറ്റിൻ്റെ ഗേറ്റിൽ നിർത്തി കഴിഞ്ഞാൽ പട്ടാള വിപ്ലവമായി. അതെ അതെ, അതാണ് അവിടുത്തെ രീതി. ഏതായാലും വല്ലാത്ത ഒരു ദുരിത അവസ്ഥയിലേക്കാണ്. ദുരിതം എന്ന് പറയണ്ട, സ്വയം വരുത്തിവെച്ചത് ഒരു ദുരിതം അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ കലാപം തലസ്ഥാനത്തേക്ക് വ്യാപിച്ചിരിക്കുന്നത്, തലസ്ഥാനം കത്തുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.